CM കിഡ് സ്കോളർഷിപ്പ് LP വിഭാഗം പേപ്പർ 1-ന്റെ മാതൃകാ ചോദ്യങ്ങളാണ് നാം പരിചയപ്പെടുന്നത്. മലയാളത്തിലെ ഒന്നാമത്തെ ചോദ്യം: അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി. ഈ കവിതാ ശകലത്തിൻ്റെ അർത്ഥമായി വരുന്നത് ഏത്? 1. അറിവ് നേടുമ്പോഴാണ് ഇനിയും ധാരാളം അറിവ് നേടാനുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. 2. ഓരോ പുതിയ അറിവും മറ്റൊരു അറിവിലേക്ക് നയിക്കുന്നു. 3. ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇനി അല്പം കൂടി മാത്രമേ പഠിക്കാനുള്ളൂ എന്ന് അറിയുന്നത്. ഓപ്ഷൻ എ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ബി 2, 3 ശരിയാണ്. സി 1, 3 ശരിയാണ്. ഡി 1, 2, 3 എന്നിവ ശരിയാണ്. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ 1, 2 എന്നിവ ശരിയാണ്. 2. ഒരേ രീതിയിൽ പിരിച്ചെഴുതിയിരിക്കുന്ന കൂട്ടം ഏതാണ്? എ ചക്കപ്പഴം വന്നിരുന്നു ഓടിച്ചാടി. ബി ചക്കപ്പഴം അക്കരപ്പച്ച ഓടിച്ചാടി. സി ചക്കപ്പഴം ഓടിച്ചാടി നീളത്തിലോടി. ഡി വന്നിരുന്നു ഓടിച്ചാടി ബ്രേക്കില്ല. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. എ ചക്കപ്പഴത്തിനെ നമുക്ക് ചക്ക അധികം പഴം എന്ന് പിരിച്ചെഴുതാം. വന്നിരുന്നു എന്നതിനെ വന്ന് അധികം ഇരുന്നു എന്ന് നമുക്ക് പിരിച്ചെഴുതാം. അതേപോലെ തന്നെ ഓടിച്ചാടി എന്നതിനെ ഓടി അധികം ചാടി എന്നെഴുതാം. ഓപ്ഷൻ ബി ചക്കപ്പഴത്തിനെ നമുക്ക് ചക്ക അധികം പഴം എന്നെഴുതാം. അതേപോലെ തന്നെ അക്കരപ്പച്ചേനെ നമുക്ക് അക്കരെ അധികം പച്ച എന്നെഴുതാം. ഓടിച്ചാടി എന്നതിനെ ഓടി അധികം ചാടി. ഓപ്ഷൻ സി ചക്കപ്പഴത്തിനെ നമുക്ക് ചക്ക അധികം പഴം എന്നെഴുതാം. ഓടിച്ചാടി ഓടി അധികം ചാടി. നീളത്തിലോടി എന്നതിനെ നീളത്തിൽ അധികം ഓടി എന്നെഴുതാം. ഓപ്ഷൻ ഡി വന്നിരുന്നു എന്നതിനെ വന്ന് അധികം ഇരുന്നു എന്നെഴുതാം. ഓടിച്ചാടി എന്നതിനെ ഓടി അധികം ചാടി എന്നെഴുതാം. അതേപോലെ ബ്രേക്ക് ഇല്ല എന്നതിനെ ബ്രേക്ക് അധികം ഇല്ല എന്ന് നമുക്ക് എഴുതാം. ഈ 4 ഓപ്ഷനിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം ബിയിലാണ് ഒരേപോലെ വാക്കുകളെ പിരിച്ചെഴുതിയിരിക്കുന്നത്. പായും ചായും ഇരട്ടിച്ച് വന്നിരിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. 3-ാം ചോദ്യം: ഒരു കാട്ടിൽ ഒരു വികൃതി കുരങ്ങനുണ്ടായിരുന്നു. മറ്റു ജീവികളെ ഉപദ്രവിക്കുന്നതാണ് അവൻ്റെ വിനോദം. ഒരു ദിവസം കുരങ്ങൻ ഒരാനയെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് ഒറ്റച്ചാട്ടത്തിന് അടുത്ത് കണ്ട മരത്തിൽ കയറി. ദേഷ്യം വന്ന ആന മരം പിടിച്ചു കുലുക്കി. കുരങ്ങൻ പിടിവിട്ട് താഴെ വീണു. ഒപ്പം മരത്തിലുണ്ടായിരുന്ന തേനീച്ച കൂടും. കൂടിളകിയ തേനീച്ചകൾ കൂട്ടത്തോടെ കുരങ്ങനെ കുത്തി. കഥയിലെ കുരങ്ങൻ്റെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല് ഏതായിരിക്കും? ഓപ്ഷൻ എ പാത്രം മറിഞ്ഞു വിളമ്പണം. ഓപ്ഷൻ ബി ആനക്കാര്യത്തിനിടയ്ക്ക് ചേനക്കാര്യം. ഓപ്ഷൻ സി പന്തിക്ക് മുന്നിൽ പടയ്ക്ക് പിന്നിൽ. ഓപ്ഷൻ ഡി കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്തു. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്തു എന്നുള്ളതാണ്. 4-ാം ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏത്? 1. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇക്കാര്യം ഞാൻ ആവർത്തിക്കാം. 2. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇക്കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കാം. 3. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാര്യം ഞാൻ ആവർത്തിക്കാം. ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി 1 മാത്രം ശരിയാണ്. ഇവിടുത്തെ വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയാണ്. കാരണം 2ാമത്തെ വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കാം എന്നത് അർത്ഥത്തിൻ്റെ ആവർത്തനമായിട്ട് വരും. 5ാമത്തെ ചോദ്യം: ഓട്ടമത്സരത്തിൽ ഒന്നാമതെത്തിയ കുട്ടി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപികയുടെ അരികിലെത്തി. അധ്യാപിക സ്നേഹത്തോടെ കുട്ടിയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു കായിക താരമാകും. അധ്യാപികയുടെ ഈ വാക്കുകൾ തുടർന്ന് വരാൻ സാധ്യതയുള്ള വരികൾ ഏതാണ്? 1. കുട്ടിയുടെ മനസ്സിൽ ഒരു കുളിർമഴയായി. 2. കുട്ടിയുടെ മനസ്സിൽ ഒരു കൂരമ്പായി തറച്ചു. 3. പ്രതീക്ഷയുടെ പൊൻവെളിച്ചം പടർത്തി. ഓപ്ഷൻ എ 1ഉം 2ഉം. ഓപ്ഷൻ ബി 2ഉം 3ഉം. ഓപ്ഷൻ സി 1ഉം 3ഉം. ഓപ്ഷൻ ഡി
1ഉം 2ഉം 3ഉം ശരിയാണ്. അധ്യാപിക കുട്ടിയോട് പറഞ്ഞത് പ്രചോദനാത്മകമായ വാക്കുകളാണ്. അതിനാൽ അധ്യാപികയുടെ ഈ വാക്കുകൾ കുട്ടിയുടെ മനസ്സിലൊരു കുളിർമഴയായി എന്നോ പ്രതീക്ഷയുടെ പൊൻവെളിച്ചം പടർത്തി എന്നോ നമുക്ക് എഴുതാം. അതായത് 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ സി. ഒളിമ്പിക്സ് പരിശീലനം എന്ന കഥയിലെ ദിയയും കാട്ടിലെ കായികോത്സവം എന്ന കഥയിലെ കുഞ്ഞിരിപ്രാവും പുതിയ കളികൾ തുടങ്ങാൻ തീരുമാനിച്ചു. ഇരുവരെയും ഇതിന് പ്രേരിപ്പിച്ച പൊതുവായ ഘടകം എന്താണ്? ഓപ്ഷൻ എ മുതിർന്നവരോടുള്ള ബഹുമാനം. ഓപ്ഷൻ ബി മത്സരത്തിൽ ജയിച്ച് മെഡൽ നേടാനുള്ള ആഗ്രഹം. ഓപ്ഷൻ സി പഴയ കളികളോടുള്ള ഇഷ്ടക്കേട്. ഓപ്ഷൻ ഡി അവർ മറ്റൊരിടത്ത് കണ്ട കളികളിൽ നിന്നുള്ള പ്രചോദനം. ഉത്തരം ഓപ്ഷൻ ഡി, അവർ മറ്റൊരിടത്ത് കണ്ട കളികളിൽ നിന്നുള്ള പ്രചോദനം. 7ാമത്തെ ചോദ്യം. കാട്ടിലെ കായികോത്സവം എന്ന കഥയിൽ മൃഗങ്ങൾ കളികളിൽ മുഴുകുമ്പോൾ വിശപ്പും വിഷമങ്ങളും മറക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു. ഒളിമ്പിക്സ് പരിശീലനം എന്ന കഥയിൽ ആദ്യം മടിച്ചെങ്കിലും അമ്മമ്മയും ദിയയുടെ കൂടെ കളികളിൽ പങ്കെടുത്തു. ഈ 2 കഥകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാന ആശയം എന്താണ്? ഓപ്ഷൻ എ പ്രായമായവർ കളിക്കുമ്പോൾ അവർക്ക് അപകടം പറ്റാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ ബി കളി പ്രായഭേദമന്യേ എല്ലാവർക്കും സന്തോഷം നൽകുകയും വിഷമങ്ങൾ മറക്കാൻ സഹായിക്കുകയും ചെയ്യും. ഓപ്ഷൻ സി കളിക്കാൻ താല്പര്യമില്ലാത്തവരെ നിർബന്ധിക്കരുത്. ഓപ്ഷൻ ഡി കുട്ടികൾ മുതിർന്നവരെക്കാൾ നന്നായി കളിക്കും. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. കളി പ്രായഭേദമന്യേ എല്ലാവർക്കും സന്തോഷം നൽകുകയും വിഷമങ്ങൾ മറക്കാൻ സഹായിക്കുകയും ചെയ്യും.